അത് ഷെഫ്പിള്ള ഉണ്ടാക്കിയ ചായ അല്ലേ, നമ്മളെങ്ങനെ മോശം പറയാന്ന് വെച്ചിട്ട് ആൾക്കാർ മോശം പറയാണ്ടിരിക്കും. ചായക്ക് തന്നെ ഒരു ഫേമസ് ആയ ഒരു കട ഒരിക്കലും വേറൊരാൾ പോയിട്ട് കുടിച്ചിട്ട് അവിടുത്തെ മോശം ചായ എന്ന് പറയില്ല. നല്ല ചായ എന്ന് പറയുന്നത് എന്താ? വെള്ളം കുറച്ച് പാല് കൂട്ടി സ്ട്രോങ് ചായ എന്ന് പറഞ്ഞപ്പോൾ ആളെന്നോട് ചോദിച്ചു, മോനെ വെള്ളം കുറച്ചിട്ട് എങ്ങനെ സ്ട്രോങ് ചായ ഉണ്ടാകും? അവരുടെ സ്കില്ലാണ്, ആ സ്കില്ലുള്ളവർക്ക് നല്ല ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല ചായ കിട്ടല് വളരെ കുറവാണ്. ചായ കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം വരും. ഈ മൂന്നാറൊക്കെ പോയി ചായ കുടിച്ച് വരാന്നുള്ളത് മൂന്നാർ വരെയുള്ള റൈഡിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ചായ കുടിക്കാൻ വേണ്ടി മൂന്നാർ. ഞാൻ ഇത്രയും ഓവർ ഹൈപ്പഡ് ആയിട്ട് കഴിച്ചേക്കണ 2 കാനകൾ റഹ്മത്തിലെ ബിരിയാണി, ഭാസ്കരന്റെ സർവത്വമാണ്. ചിലപ്പോ നമ്മൾ ആ കഴിച്ച ബിരിയാണി ചിലപ്പോ അടിപൊളി ബിരിയാണി ആയിരിക്കും, നമ്മൾ വല്ല കല്യാണത്തിന് പോയി കഴിച്ച ഒരു ബിരിയാണി. ഇപ്പൊ മോശമായിട്ട് കൂടി ആൾക്കാർ മോശം എന്ന് പറയണമെന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. എൻ്റെ ഒരു നേച്ചർ അങ്ങനെ. അപ്പോ നമ്മൾ ഇന്നലെ ചായനെ കുറിച്ചിട്ട് സംസാരിച്ച്, അപ്പോൾ അത് കേട്ടപ്പോൾ പുതിയൊരാൾക്ക് ചായനെ കുറിച്ചിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആളുടെ പേര് റാഫി. കൊച്ചിക്കാരനല്ല, തൃശ്ശൂരുകാരനാണ്. അതെ, പക്ഷെ കൊച്ചിയിൽ 4-5 കൊല്ലമായിട്ടുണ്ട്. അതെ, കൊച്ചിയിൽ നല്ല ചായ കിട്ടാറില്ല. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, കൊച്ചിയിൽ കിട്ടാറില്ല, വളരെ കുറവാണ് നല്ല ചായ കിട്ടല് കൊച്ചിയിൽ. നല്ല ചായ എന്ന് പറയുന്നത് എന്താ? നല്ല ചായ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ചായയിൽ. ചായല, പാല്, പഞ്ചസാര, വെള്ളം, ഇത്രേ ഉള്ളൂ ചായയിൽ. പക്ഷെ അതിന്റെ പ്രൊപ്പോർഷനിലാണ് കാര്യം. അത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ്. നല്ല ചായ കിട്ടല് വളരെ കുറവാണ് കൊച്ചിയിൽ. എനിക്ക് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നല്ല ചായ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ചായക്ക് കുറേ വേറെ പല വകഭേദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ബോംബെയിലൊക്കെ പോകണമെങ്കിൽ അവിടെ കട്ടിങ് ചായ, പിന്നെ കാശ്മീരിലൊക്കെ പോകണമെങ്കിൽ കാവ, അതൊക്കെയാണ് അവിടുത്തെ ട്രഡീഷണൽ ചായ, അല്ലെങ്കിൽ അവിടുത്തെ ട്രഡീഷണൽ ഡ്രിങ്ക് ഒക്കെ അങ്ങനെയാണ്. ബോംബെ നഗരം ജീവിക്കാൻ തന്നെ കട്ടിങ് ചായയാണ്. റഷ്യയിലോടുമ്പോൾ അവർക്ക് എനർജി കൊടുക്കണ കട്ടിങ് ചായയാണ്. അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മോസ്റ്റ്ലി, എനിക്കൊക്കെ പണ്ടൊക്കെ ഭയങ്കര ചായയുടെ അഡിക്ഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ഞാൻ അങ്ങനെ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു ചായക്ക്. ഒരു ദിവസം എത്ര ചായ കുടിക്കും? കുറേ കുടിച്ചിരുന്ന ടൈം ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചി വന്ന ടൈമിൽ ഞങ്ങൾ മറൈൻ ഡ്രൈവ് പോയിട്ട് രാവിലെ വെളുപ്പിന് തന്നെ ഇരുന്ന് ചായ കുടിക്കും. ഒരു ദിവസം ഞാൻ 7 അടുപ്പിച്ച് ഒറ്റ സ്ട്രെച്ച് കുടിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടുണ്ട്. ചായ എന്ന് പറഞ്ഞൊരു അല്ല, അതിനിപ്പോ നമ്മളിപ്പോ ഇവിടെ കിട്ടുന്ന ചായ എന്ന് പറയുന്നത് കൂടുതലും വെള്ളം ചേർത്തിട്ടുള്ള ചായ. അതെ, വെള്ളം ചേർത്തിട്ട്. ഇപ്പൊ നമുക്ക് അടുപ്പം കൂടി ഞാൻ എയർപോർട്ടിൻ്റെ അവിടെ ഒരു കടയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ സ്ട്രോങ് വെള്ളം കുറച്ച് പാല് കൂട്ടി സ്ട്രോങ് ചായ എന്ന് പറഞ്ഞപ്പോൾ ആളെന്നോട് ചോദിച്ച്, മോനെ വെള്ളം കുറച്ചിട്ട് എങ്ങനെ സ്ട്രോങ് ചായ ഉണ്ടാകും? അങ്ങനെ ഉണ്ടാക്കണവരുണ്ട്, നമുക്ക് സ്ട്രോങ് ചായ പാല് കൂട്ടി കിട്ടണവരുണ്ട്. അപ്പം അതൊരു ടെക്നിക്കാണ്. ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സ്കില്ലാണ്. ആ സ്കില്ലുള്ളവർക്ക് നല്ല ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ രാവിലെ കുടിക്കുന്ന ചായയും രാത്രി വൈകിട്ട് കുടിക്കുന്ന ചായയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഷെഫ് പിള്ളയുടെ ഒരു വീഡിയോയിൽ അങ്ങനെ ഉണ്ടാകും, കറക്റ്റ് അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ആ 2 ചായക്കും ഡിഫറൻസുകളൊക്കെ ഉണ്ട്. ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വന്നത് ഒരു 18-ാം നൂറ്റാണ്ടിലൊക്കെ. ഈ ബ്രിട്ടീഷുകാർ ചൈനക്കാരുടെ മൊണോപ്പൊളി, ചൈനക്കാരന് ടീ ലീവ്സ് കണ്ടുപിടിക്കുന്നത്. അവരുടെ മൊണോപ്പൊളി ടീ ലീവ്സ് കണ്ടുപിടിച്ചല്ലോ. അവര് ചായ ഉണ്ടാക്കേണ്ട ഇടയിൽ ലീവ്സ് അറിയാണ്ട് വന്ന് ചായക്ക് വീണിട്ട്. ടീ ലീവ്സ് ശരിക്കും പറഞ്ഞാൽ ചൈനയിലാണ് ഒറിജിനേറ്റഡ് ആയിക്കണം. അവരായിരുന്നു ഈ ഇതിൻ്റെ മാനുഫാക്ചറിങ് മൊണോപ്പൊളി അവരായിരുന്നു. അതിൽ തടയിടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ 18th സെഞ്ച്വറിയിൽ ഇന്ത്യ വന്നപ്പോൾ ആസാം റീജിയനിലും ഡാർജിലിംഗ് റീജിയനിലും ഇത് കൾട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ ചായ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്ര. അങ്ങനെയാണ് ചായ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മാത്രമാണോ, കുറേ ടൈപ്പ് ഉണ്ടോ? കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റെഗുലർ കുടിക്കുന്ന ചായ നോർമൽ ചായ, പിന്നെ അതുപോലെ തന്നെ കടക് ടീ ഉണ്ട്, മസാല ചായ. കടക് ടീ ടൈപ്പ് ഓഫ് മസാല ടീ ആണ്. പിന്നെ ഞാന് ഇപ്പൊ ഏതൊരു റെസ്റ്റോറന്റിൽ 80,000 വെറൈറ്റി ചായ കൊടുക്കുന്നുണ്ട്. അത്രയും വെറൈറ്റി ചായ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദക്ക് ഒരു നല്ല ചായ നമ്മൾ ഹാപ്പി. 80,000 വെറൈറ്റി ഒക്കെ കൊടുത്തിട്ട് ആര് കുടിക്കാനതൊന്നും. ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു ചായ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമുക്ക് ചായ കൊടുക്കുമ്പോൾ അത് മര്യാദ കൊടുക്കുക. അല്ലാതെ ഈ കുറെ വെറൈറ്റി ചായ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പല കളറില് ഈ മുന്തിരി ചായ അതൊക്കെ ഈ ടൈമിൽ വന്നേക്കണ പോലെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വെറൈറ്റി ചെയ്യണമെന്ന് പറഞ്ഞായിട്ട് ആൾക്കാർ ഓരോ ഫുഡിലും ഫ്യൂഷൻ ചെയ്യണ പരിപാടിയാണ്. ഇപ്പോൾ ഷവായ എടുത്താൽ അറബിക് ഫുഡാണ്. അതിലിപ്പോൾ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ ഒരുപാട് സ്ഥലത്ത് മസാല ഷവയുണ്ട്. കുറേ ടാങ്കി മസാല, കുറച്ച് സോസി മസാല ഒക്കെ ചേർത്തും കയറ്റി. അത് ശരിക്കും അറബ് ഫുഡ്സ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ അധികം സ്പൈസ് ആഡ് ചെയ്യില്ല, അവർ മൈൽഡ് ആയിരിക്കും. അത് ഒതൻറ്റിക് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏത് ഫുഡായാലും അത് ഒതൻറ്റിക് ആയിട്ട് കഴിക്കാനുള്ള എൻ്റെ ഒരു കോൺസെപ്റ്റ്.
അതിലിപ്പോ ഷവായിൽ കുറെ മസാല ഷവായ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് ഇതുണ്ട്, പരിപാടിയുണ്ട്. പിന്നെ കോഴിമുട്ട ഉള്ളിൽ നിറച്ചിട്ട് ഒരു സാധനം അത് ഈ ചായ തന്നെ പല കളർഫുൾ. ഇപ്പൊ കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ കളർ ഉള്ള ചായ, അത് അങ്ങനെ പരിപാടി ഉണ്ടാവും. നല്ല ചായ കിട്ടിയ ഹാപ്പിയാണ്. കൊച്ചിയിലപ്പോ നല്ല ചായ ഇല്ല. നല്ല ചായ വളരെ കുറവാണ്. ബൃന്ദാവന ചായ അടിപൊളിയാണ്, നല്ല ചായ. ബൃന്ദാവന ചായ നൈസ് ചായ. പക്ഷെ അങ്ങനെ നല്ല ചായ കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണല്ലോ. കൊച്ചി പോലുള്ളൊരു മെട്രോപൊളിറ്റൻ സിറ്റി ജീവിക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഈ 12 രൂപക്ക് നല്ല ചായ കൊടുക്കാൻ പറ്റും, അതിനുള്ള ടെക്നിക്ക് ഉണ്ട്. ഇതുവരെ കൊടുക്കാത്ത എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. ഈ വെള്ളം ഒരു ചായ എന്ന് പറഞ്ഞാൽ നമ്മൊരു ചായ വാങ്ങിക്കഴിഞ്ഞ അത് നല്ല ചായ പെട്ടെന്ന് ചൂടാറിപ്പോവും. കാരണം പാല് കൂടുതലുള്ളതാണ് പെട്ടെന്ന് ചൂടാറിപ്പോവും. ആണ് നമുക്ക് ആ ഒരു ചായ കുടിക്കുന്നതിന് ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെറുതെ വെള്ളമൊക്കെ കൂട്ടി ചായ ആറാൻ തന്നെ അരമണിക്കൂർ എടുക്കുന്നിട്ട് അത് കുടിച്ചാലും നാവിയില്ല, വെറുതെ പച്ചവെള്ളം ചൂടായി കുടിക്കുന്ന ഫീലൊക്കെ ഇരിക്കും. നല്ല ചായ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊച്ചിയിൽ. പിന്നെ നീ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ദൂരെ പോയിട്ട് ചായ മാത്രം കുടിച്ചിട്ട് തിരിച്ചു പോരാ, അങ്ങനത്തെ ഭ്രാന്തൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല. അത് നല്ല ചായ കിട്ടണേ അല്ലാണ്ട് ഇപ്പൊ ഈ മൂന്നാറൊക്കെ പോയി ചായ കുടിച്ച് വരാന്നുള്ള വരെയുള്ള റൈഡിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ചായ കുടിക്കാൻ വേണ്ടി മൂന്നാർ. പക്ഷെ ചായ കുടിക്കാൻ പോണവരും ഉണ്ട്. ഉണ്ട്. അതൊരു വലിയ തെറ്റൊന്നല്ല. അല്ലെങ്കിൽ അത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മൂന്നാർ വരെയുള്ള റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ റൈഡ് എൻജോയ് ചെയ്യാം. പക്ഷെ ഫുഡ് കഴിക്കാൻ ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ ഇപ്പം എൻ്റെ വീട് തൃശ്ശൂരാണ്, കൊടുങ്ങല്ലൂര്. ഞങ്ങൾ പിള്ളേരൊക്കെ എന്തിട്ടാണ് രാത്രി അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് രാവിലെ ഡേല ഹോട്ടലിൽ നിന്നൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് അവിടെ വരെ കാർ ഓടിച്ച് പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ കുറേ സ്ഥലങ്ങൾക്ക് ഇതുപോലെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി പോയിട്ടുണ്ട്. അങ്ങനെ കുറേ എക്സ്പീരിയൻസുകളുണ്ട്. അപ്പൊ ഈ എവിടെ ഇന്ത്യയിൽ അപ്പൊ എത്ര സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്? ഇന്ത്യയിൽ ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അതായത് കർണാടക, ഗോവ, രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ, ഡൽഹി. അപ്പൊ അവിടെ നിന്നൊക്കെ എല്ലായിടത്തും ചായ കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ല അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചായ എന്ന് പറയുന്നത് എവിടുത്തെ ചായ ആയിരിക്കും? ഇഷ്ടപ്പെട്ട എനിക്ക് നാട്ടിലെ ചായ എപ്പോഴും ഇഷ്ടം, വീട്ടിലെ ചായ. അപ്പൊ അവിടുത്തെ ചായയും ഇവിടുത്തെ ചായ നമ്മൾ വ്യത്യാസം എന്താ? ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ബോംബെയിലൊക്കെ നല്ല കട്ടിങ്സ് ആണ്. ചെറിയ ഗ്ലാസ്സിൽ മസാല. അവർ നോർത്ത് സൈഡിൽ പോകുമ്പോൾ അവർ എല്ലാവരും ചായയിൽ അല്ലെങ്കിൽ കാടമും അല്ലെങ്കിൽ ഇഞ്ചി ഇച്ചിരി സ്പൈസസ് ആഡ് ചെയ്യും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ചായയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, കാശ്മീർ റീജിയനിൽ പോയി കഴിഞ്ഞാൽ കാശ്മീർ കാവ, അതിൽ നട്ട്സ്, സാഫ്രോൺ അതൊക്കെ ഇട്ടിട്ട് അത് വേറെ സ്പെഷ്യൽ ഫ്ലേവറിന് എല്ലായിടത്തേക്കും അവരുടേതായ ഒരു ചായയുടെ സ്റ്റൈൽ. കാവ എന്ന് പറയുമ്പോൾ പാലല്ലല്ലോ. പാലില്ലാണ്ട് അവരുടെ വെള്ളം, സാഫ്രോൺ, അതുപോലെ തന്നെ ടീ ലീവ്സ്, പിന്നെ അവർ നട്ട്സ് കാര്യങ്ങളൊക്കെ ഇടും. അങ്ങനെ അവർക്ക് കാവക്കൊരു പ്രത്യേക പോട്ടൊക്കെ ഉണ്ട്, അതിലെ കാവ സെർവ് ചെയ്യുക. അതും ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് എപ്പോഴും വീട്ടിലെ ചായയാണ് ഫേവറേറ്റ്. വീട്ടിലെ ചായ. അപ്പോ ഇപ്പൊ പുറത്ത് ഇപ്പൊ കേരളത്തിൽ കുറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലപ്പോ ഒരു നല്ല ചായ കിട്ടിയെന്ന് തോന്നിയത് എവിടുന്നാ? ഇപ്പൊ ഷോപ്പുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വൃന്ദാവനം എന്ന് പറഞ്ഞു കൊച്ചിയിൽ. അതേപോലെ നാട്ടിൽ അത്യാവശ്യം എൻ്റെ കോണത്തുനിന്ന് പറഞ്ഞ സ്ഥലം, അവിടെ സെൻറ്ററിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നല്ല ചായ കിട്ടും. തൊട്ടപ്പുറത്തേക്ക് ഒരു 2-3 ഹോട്ടൽ ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഈ ചെറിയ ലോങ് റണ്ണിൽ പോണ ചെറിയ ഹോട്ടലുകളുണ്ട്, അവിടെയൊക്കെ എന്തായാലും നല്ല ചായ കിട്ടുക. അവർ ഈ പരിപാടി കുറേ നാളെ തുടങ്ങിയിട്ട്. കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും 24 കഫേസ് പട്ടപ്പട്ടന്ന് 24 ചായ കടകൾ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതിന്റെ ടെക്നിക്ക് അറിയൂല, ഇതിന്റെ പ്രൊപ്പോർഷൻ അറിയാത്തതിന് മെയിൻ വിഷയം. പക്ഷേ പിന്നെ ഈ കൊച്ചിയിൽ ഇങ്ങനത്തെ ഈ ഒരു മെട്രോപോളിറ്റൻ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെ ചായ കട്ടാലും ആൾക്കാർ വരും. അവര് ഇപ്പൊ നമ്മ ഈ കൊച്ചിയിൽ 24 മണിക്കൂറുള്ള ചായക്കടകളിൽ എവിടെ പോയാലും തിരക്കുണ്ടാവും. അവിടെ ചായ കുടിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ളതാണ് മെയിൻ കാര്യം. അതൊന്നല്ല, ഷെഫ് അല്ലാണ്ട് തന്നെ വേറൊരു കാര്യം പറഞ്ഞ ഒരു ഇന്റർവ്യൂല് മറ്റേ ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ട് ആ കട ഫേമസ് ആയെന്ന് വിചാരിക്കും. ഇപ്പൊ ചായക്ക് തന്നെ ഒരു ഫേമസ് ആയ ഒരു കട എന്ന് വിചാരിക്കാം. ആ കടയിൽ പോയിട്ട് ഒരിക്കലും വേറൊരാൾ പോയിട്ട് കുടിച്ചിട്ട് അവിടുത്തെ മോശം ചായ എന്ന് പറയില്ല. അങ്ങനത്തെ സാധനം. ഇപ്പൊ ഷെഫ് പിള്ള ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു ചായ കുടിച്ചിട്ട് ആരും അത് ഷെഫ് പിള്ള ഉണ്ടാക്കിയ ചായ അല്ലേ, നമ്മളെങ്ങനെ മോശം പറയാന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ മോശം പറയാണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സാധനം ഷെഫ് ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷെഫിന്റെ അങ്ങനെയുണ്ട്, ഷെഫ് കറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് രാവിലെ കുടിക്കുന്ന ചായ നമ്മൾ വൈകിട്ട് കുടിക്കുന്ന ചായ മേക്കിംഗ് രണ്ടും ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുറേ പേര് നല്ലതെന്ന് പറയണേ ചിലർക്ക് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലും മോശം എന്ന് പറയാനുള്ളൊരു ഇത് ഈ സിനിമയിലെ റാഫിന്റെ പോലെ. റാഫി ഇപ്പൊ എവിടുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും പറയൂ
അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ആ ഫുഡ്. അതെ അതെ, മെയിൻലി ഞാൻ ഇത്രയും ഓവർ ഹൈപ്പഡ് ആയിട്ട് കഴിച്ചേക്കണ 2 സാധനങ്ങള് റഹ്മത്തിലെ ബിരിയാണി, ഭാസ്കരന്റെ സർവത്തും. പച്ചവെള്ളം എന്ന് പറയാല ആണ് ഞാൻ കഴിച്ചിട്ടുള്ളത് പേരങ്ങണിത്തെ ബിരിയാണി. എനിക്ക് വലിയ പേരങ്ങണിത്തെ ബിരിയാണി വലിയ കാര്യമായിട്ട് വേറെയുള്ള ബിരിയാണി നല്ല ബിരിയാണിയാണ് റഹ്മത്തില്. പക്ഷെ ആ ഒരു ഹൈപ്പിനുള്ള ഇവര് ഈ ബിരിയാണി നിങ്ങൾ ലൈഫിൽ എന്തായാലും കഴിച്ചിരിക്കും. ചിലപ്പോ നമ്മൾ ആ കഴിച്ച ബിരിയാണി ചിലപ്പോ അടിപൊളി ബിരിയാണി ആയിരിക്കും നമ്മൾ വല്ല കല്യാണത്തിന് പോയി കഴിച്ച ഒരു ബിരിയാണി. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ മുന്നൊക്കെ വണ്ടി എടുത്ത് ഞങ്ങൾ പിള്ളേര് കോഴിക്കോട് പോവും. അതുപോലെ തന്നെ റഹ്മത്തൊക്കെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ആണ്. റഹ്മത്തില് പോയി ഇവരിങ്ങനെ പറഞ്ഞ് ഹൈപ്പ് കയറ്റി വെക്കണ അത്രയുള്ള ബിരിയാണി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ അല്ല, വളരെ ബേസിക് ബിരിയാണി ആയിരുന്നു. പേരകളെ പിന്നെയും കുറച്ചുകൂടിയും ബെറ്ററാണ് റഹ്മത്തിനെ വെച്ച് നോക്കുമ്പോൾ. ബട്ട് അതന്നെ, എന്നാലും വലിയ അടിപൊളിയൊന്നും പറയാനില്ല. ഒരു ഒന്നാമത് അവർ ലഗൂൺ ചിക്കനിൽ ഉണ്ടാക്കണതിൻ്റെ ഡിഫറൻസും ഉണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ 6 മാസം കാലിക്കറ്റ് നിന്നിട്ടുണ്ട്, 6 മാസം കൊച്ചിയില്. അപ്പൊ 2 സ്ഥലത്തെ ഫുഡ് കൾച്ചർ അല്ലെങ്കിൽ ഫുഡിന്റെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയുള്ളത് കാലിക്കറ്റാണ്. അത് കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫുഡും എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലം ഫേവറേറ്റ് എന്നല്ല. എനിക്കിപ്പോൾ എന്നെ കാലിക്കറ്റ് മിക്ക സമയത്തും നിരാശപ്പെടുത്തില്ല. ഞാൻ കാലിക്കറ്റ് എല്ലാം ഒന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്തേക്കണ കുറേ ഇതുപോലെ ഓവർ ഹൈബ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കണതാണ്. അതുപോലെ തന്നെ പക്ഷെ കൊച്ചിയിലും അങ്ങനെ ഒരുപാട് ഓവർ ഹൈബ്ഡ് സ്ഥലങ്ങളുണ്ട്. കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ, കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടുന്ന മെയിൻലി ഫുഡ് ബ്ലോഗേഴ്സിന്, കുറേ ലോക്കൽ ഫുഡ് ബ്ലോഗേഴ്സ് ഇത് ഈ സ്ഥലത്ത് പൊക്കോ ഇവിടെ അടിപൊളിയാണ്. അത് ഈ ഫുഡിനെ പറ്റി നോളജ് ഇല്ലാണ്ട് കുറേ ഫുഡ് ബ്ലോഗേഴ്സ് വന്നിട്ട് ഇവിടെ നിങ്ങൾ പൊക്കോ കഴിച്ചോ അടിപൊളിയായിരിക്കും, ഇവിടെ നിങ്ങൾ പോയി കഴിച്ചോ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ കൊച്ചിയിൽ കുറേ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ സാത്തറിനൊക്കെ ഭയങ്കര പ്രൊമോഷൻ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇവിടെ തന്നെ. പക്ഷെ നല്ല ഫുഡ് സ്പോട്ടുകളുണ്ട് കൊച്ചിയിൽ ഒരുപാട്. നല്ല ഇപ്പൊ സിലോണിലെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് ആൾക്കാർ ഹൈപ്പ് കൊടുക്കണ ബിരിയാണി എന്ന് പറയുന്നത് ഇപ്പൊ റഹ്മത്ത്, അതേപോലെ പേരഗൺ, പിന്നെ കുറ്റിച്ചിറ ബിരിയാണി സെന്റർ. പക്ഷെ കുറ്റിച്ചിറ ബിരിയാണി സെന്റർ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ കാലിക്കറ്റ് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബിരിയാണി കടകളൊക്കെ കോഴിക്കോട് കുറെ ഉണ്ട്. പിന്നെ കാലിക്കറ്റ് പ്രത്യേകത വെച്ചാൽ അവര് ചിലപ്പോ ആ ഒരു ഷോപ്പ് ആ ഒരൊറ്റ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കുറ്റിച്ചിറ ബിരിയാണി സെന്റർ എന്ന് പറയുന്നത് ബിരിയാണിക്ക് വേണ്ടി മാത്രം ഷോപ്പുകളിൽ പോകുമ്പോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. അതുപോലെ ഇപ്പൊ ഈ പേരകണ്ടി പറഞ്ഞ പോലെ തന്നെ വലിയ ആ ഒരു ഹൈപ്പിനുള്ള സാധനമില്ല. പക്ഷെ ആ ഒരു ട്രഡീഷൻ അവര് തുടങ്ങിയിട്ട് ഇപ്പൊ 85 കൊല്ലായി. അതിന്റെ അവര് മോശം ഫുഡ് കൊടുക്കണമെന്നല്ല, നല്ല ഫുഡാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെ കൊടുക്കണേ. ഈ പറയണ ചിലവരുടെയൊക്കെ വർത്താനം കേട്ടിനാ വിചാരിക്കും ഇവര് പറയണോ നിങ്ങൾ കാലിക്കറ്റ് വന്നിട്ട് പേരകളുടെ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ ലൈഫില്ല അതെന്നൊക്കെ പറയണേ. കാലിക്കറ്റിലെ പേരകളുടെ ബിരിയാണി കഴിക്കണം, അതാണ് ശരിക്കും ബിരിയാണി, ഒതന്റിക് ബിരിയാണി അതെന്നൊക്കെ പറയണവരുണ്ട്. പക്ഷെ നല്ല ബിരിയാണി ഉണ്ട് വേറെ, അത് ആൾക്കാർ എക്സ്പ്ലോർ അല്ല. കാലിക്കറ്റ് ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ നല്ല ബിരിയാണി ഉണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് ഇതുപോലെ തന്നെ കല്യാണം നീ പറഞ്ഞ പോലെ കല്യാണ വീട്ടുകളിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ബിരിയാണി നല്ല ബിരിയാണി കിട്ടുക. അതന്നെ ഇപ്പൊ കൊച്ചിയിലായാലും ഇത് കുറേ ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിലും വളരെ കുറച്ച് നല്ല ഫുഡ് സ്പോട്ടുള്ളൂ. കൊച്ചിയിൽ നമുക്ക് കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സ്റ്റേക്ക്, അതുപോലെ തന്നെ അമേരിക്കൻ ഡൈനിങ് സെറ്റപ്പ് ഉള്ള കുറേ ഇപ്പോൾ അമേരിക്കൻ ബർഗേഴ്സ്, അതൊക്കെ അത്യാവശ്യം ഒതന്റിക് അല്ല, അവരെ കൊണ്ട് പറ്റണ മാക്സിമത്തിൽ അവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ബർഗർ ചെയിൻസ് ഉണ്ട്. കാലിക്കറ്റിൽ ഇപ്പൊ അങ്ങനത്തെ കഫേസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം മുന്നേ നോക്കുമ്പോ ഫുൾ ഒരു മലബാർ ടച്ച് ഫുഡ്, അങ്ങനെ ഒരു ഗൾഫ് ഈ ഒരു അറബിക് ഫുഡ്സ് ആണ് മെയിൻ ആയിട്ട് കാലിക്കറ്റിൽ. ഇപ്പൊ നല്ലോണം കഫേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ കാലിക്കറ്റ്. കൊച്ചിയിലെ കുറെ ഡിഫറെന്റ്, അതുപോലെ തന്നെ ചൈനീസ് ആണെങ്കിലും പാൻ ഏഷ്യൻ കുസിൻ ആയാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊച്ചിയിൽ അവൈലബിൾ ഉണ്ട്. അങ്ങനെ ഒരു ക്വാളിറ്റി കൊച്ചിക്ക് ഉണ്ട്. ഇപ്പോൾ ഈ കോഴിക്കോട് ഫുഡ് ക്യാപിറ്റൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ കാലിക്കറ്റ് ഫുഡ് ക്യാപിറ്റലിനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മുന്നേ പണ്ട് കാലത്ത് മലബാർ റീജിയനിലായിരുന്നു. ഇപ്പൊ കാലിക്കറ്റ് എന്ന് പറയുമ്പോ സ്പൈസ് സ്ഥലം. പിന്നെ അവിടെ അറബ്സ് വന്ന്, അങ്ങനെ പോർച്ചുഗീസ് അവരൊക്കെ ട്രേഡേഴ്സ് വന്നിട്ട് അവിടെ ആയിരുന്നു ഒരു ഫുഡ്
കൾച്ചർ ബിൽഡ് ചെയ്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനെ ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷെ അത്രത്തോളം സ്ഥലങ്ങൾ തന്നെ ഇപ്പൊ കൊച്ചിയിലും ഉണ്ട്. അതെ, കൊച്ചിയിൽ ഇപ്പൊ കാലിക്കറ്റ് നോക്കണെങ്കിൽ അവിടുത്തെ ഇപ്പൊ പേരകൺ ആ ഔട്ട്ലെറ്റ് ഇപ്പൊ കൊച്ചിയിലും ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ നോക്കണെങ്കിൽ എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ കാലിക്കറ്റ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. കാലിക്കറ്റിലെ ആൾക്കാർക്ക് മോശം എന്ന് പറയാൻ എന്തോ ബുദ്ധിമുട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഫുഡ് സ്പോട്ടുകൾ. പിന്നെ കാലിക്കറ്റിനെ കുറിച്ചിട്ട് പറയും, ഇപ്പൊ നമ്മളെ ഒരു റെസ്റ്റോറന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർ പറയും എന്നിട്ടാ ഫുഡ് നന്നായി കഴിഞ്ഞാൽ കൂടെ കൂട്ടും, മോശം ഫുഡാണെങ്കിൽ അപ്പൊ തന്നെ അടിച്ചു പുറത്താക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഉണ്ട്. ഇപ്പോ കാലിക്കറ്റ് ഒരു മന്തിക്കട തുടങ്ങിയിട്ട് ബീച്ചിന്റെ സൈഡിൽ തന്നെയായിരുന്നു, പൂട്ടിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം കേരളത്തിലെ ആളുടെ മന്തിനെ ഏറ്റവും പെട്ട മന്തി എന്നൊക്കെ ബാധിച്ചിറങ്ങുന്ന ഒരു അച്ഛൻ കാലിക്കറ്റ് വന്ന് മന്തി തുടങ്ങി, കാര്യം ഉണ്ടായില്ല. അച്ഛൻ്റെ വാദം മാത്രമേ ഉള്ളൂ. ഈ അച്ഛന് ഞങ്ങളുടെ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. വയവെക്കാൻ കൊള്ളു, സത്യം പറയാല ഭയങ്കര മോശം മന്തി. പിന്നെ അങ്ങനെ കുറേയൊക്കെ ആൾക്കാർ ഈ പ്രൊമോഷനിൽ പുഷ് ചെയ്ത് കയറ്റി മോശം ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കൊച്ചിയിൽ. പിന്നെ ഹൈജീൻ്റെ ഒരു വലിയ ഫാക്ടർ ഉണ്ട്. കാരണം കുറേ ഇതുപോലെ തന്നെ ആവാറില്ലേ 24 hour കഫേസ് അല്ലെങ്കിൽ 24 hour ഈ തട്ടുകട പരിപാടികളൊക്കെ അതുപോലെ അൺഹൈജീനിക് ആയിട്ടുള്ള കുറെ കൊച്ചിയിൽ നല്ല മിക്ക സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഹൈജീന്റെ കാര്യത്തിൽ ഇപ്പൊ മിക്ക 24 കടകളും അങ്ങനത്തെ എല്ലാതും അങ്ങനെയൊക്കെ. പക്ഷെ ഹൈജീൻ ഉള്ള കടകളും ഉണ്ട്, പറയാൻ പറ്റില്ല. കാലിക്കറ്റ് കുറെ കൂടി ആ കാര്യത്തിൽ ഓക്കെയാണ്. ഹൈജീൻ്റെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ. കൊച്ചിയിൽ കുറെ കടകളിൽ നിന്ന് ഇതുപോലെ ഫുഡ് പോയ്സന്റെ വിഷയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ 24 കടകളിൽ കുറെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അത് ആ കടയുടെ മുന്നത്തെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാവശ്യമൊക്കെ ഹെൽത്തുകാർ വന്ന് പൂട്ടിച്ച കടകളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കുറെ കടകളൊക്കെ ഉണ്ട്. പിന്നെ പൂട്ടിച്ച കടയിൽ വീണ്ടും പേര് മാറ്റി വീണ്ടും തുടങ്ങും, വീണ്ടും പേര് മാറ്റി വീണ്ടും തുടങ്ങും. എത്ര പൂട്ടി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടിരിക്കുക. ഈ ഫുഡ് സെർവ് ചെയ്യാന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. നല്ല ഫുഡ് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണമാണ് അത് കുറച്ചുകൂടി ആത്മാർത്ഥത്തോടെ ഉണ്ടാക്കുക കൊടുക്കുക. ആ കാര്യത്തിൽ കാലിക്കറ്റൊക്കെ അത്യാവശ്യം അടിപൊളിയാ. ഒരു അതിഥി സൽക്കാരം. അതെ, അത് മലബാർ റീജിയൻ ഫുൾ അങ്ങനെ, മലപ്പുറം ആയാലും തലശ്ശേരി കണ്ണൂർ സൈഡിലൊക്കെ ആണെങ്കിലും അവർക്ക് അവര് ആഫ്റ്റർ ഓൾ വെറുതെ ഫുഡ് സെർവ് ചെയ്യല്ലാണ്ട് അവര് ഉള്ളിൽ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ഫുഡ് സെർവ് ചെയ്യാന്നുള്ള ഒരു സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് മോശമാണെങ്കിലും. പിന്നെ അല്ല അലമ്പ് എന്ന് പറയാനെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാലിക്കറ്റ് ബീച്ചിന്റെ കേസ് എടുത്തു കഴിഞ്ഞാല് കാലിക്കറ്റ് ബീച്ചിൽ ഈവനിങ് പോയി കഴിഞ്ഞാൽ ആ സൈഡിൽ ഫുള്ള് ചായക്കടകളാണ്. ആ ചായക്കടയിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ആ ചായ കുടിക്കുമ്പോ ആ ചായ മോശം ചായ ആണെങ്കിൽ ആ അവിടുന്ന് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ ബീച്ചിന്റെ സൈഡിൽ കിട്ടാറൊന്നുമില്ല എനിക്ക് കിട്ടി. ഞാനിപ്പോ 6 മാസം അവിടെ കാലിക്കറ്റിൽ മിക്ക ദിവസം കാലിക്കറ്റ് ബീച്ചിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് ചായ കുടിക്കും. ബീച്ചിൽ നിന്ന് ഐസ്വരതി കഴിക്കണം, ഐസ്വരതി ഒന്നും വലിയ മാറിയ സംഭവമൊന്നുമില്ല. അതിലുള്ള ഒരു വണ്ടർ അത് കാണുമ്പോ ആൾക്കാർക്ക് കഴിക്കാൻ ഒരു ഇതുള്ളൂ. കുറെ ഇതുപോലെ ആൾക്കാരുടെ ആ ഒരു ഫീലിങ്സും പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഈ മെയിനായിട്ട് ആവാറില്ല ഈ ഏറ്റവും ഹൈപ്പ് കിട്ടിയിട്ട് അത്രക്ക് ഫ്ലോപ്പായ ഐറ്റം ഈ ഭാസ്കരേട്ടൻ്റെ മിൽക്ക് സർബത്ത്. എങ്ങനെ ആൾക്കാർ ഇത്ര ഞാന് മിക്ക ടൈമിൽ പോകുമ്പോൾ ആ കട ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ടാവും. അവിടെ ആൾക്കാർ കഴിച്ചിട്ട് അടിപൊളി എന്ന് പറയുന്നുണ്ടാവും. ഞാൻ ഇപ്പൊ കാലിക്കറ്റിലപ്പോ മിക്ക ദിവസവും നമ്മളവിടെ പോകും. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര ഞാൻ ഇത് ആ കട അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഓവർ ഹൈപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അറിയണ്ടായിരുന്നില്ല. നമ്മളെ അക്കാഡമി തൊട്ടടുത്തായിരുന്നു, ഭാസ്കരന്റെ കടയുടെ തൊട്ടടുത്തായിരുന്നു. സിനിമയെ പോലും ഭയങ്കരമായിട്ട് മിക്ക ഏതോ അജു വർഗീസിന്റെ സിനിമയിലൊക്കെ ഉണ്ട് ഈ ഭാസ്കരന്റെ ഇവിടെ നിന്ന് സർവത്ത് കുടിക്കണം എന്നുള്ള രീതിക്കൊക്കെ. എന്നെ പറഞ്ഞ ഇപ്പഴും മോശമായത് പണ്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ മോശമായിട്ട് കൂടി ആൾക്കാർ മോശം എന്ന് പറയണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. മറ്റേ ഒരു കട ഫേമസ് ആയി അല്ലെങ്കിൽ ഒരാൾ ഫേമസ് ആയി കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനം ഒരിക്കലും ആ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പറയണ ആൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നിന്റെ ചായ ഭയങ്കര ഫേമസ് ആണ്, അതിന്റെ ഇരുന്ന് ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് വേറെ ഒരാളോട് പോയിട്ട് അത് ചായ എത്ര കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് എനിക്ക് എന്റേതായ വ്യക്തിപരമായ നിലപാടുകളുണ്ട്. ഞാൻ അതിലൊന്നും കുറച്ചൊക്കെ ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ തുറന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാണ്ടെങ്കിലും അത് തുറന്നു പറയാന്നുള്ളത് എൻ്റെ ഒരു നേച്ചർ അങ്ങനെ.